ബോബി ചെമ്മണ്ണൂര് ജാമ്യത്തിന് ശ്രമിക്കുകയാണ്. ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് ക്രിമിനൽ ലോയർ രാമൻപിള്ള ഇന്ന് ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിന് മൂവ് ചെയ്തു. എന്താണ് ഇത്ര ധൃതി എന്ന് കോടതി ചോദിച്ചു. ഇത്രയും മാന്യനായ ഒരു വ്യക്തി ഈ രീതിയിലുള്ള പദപ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കാമോ എന്നും കോടതി ചോദിച്ചു. കാരണം കോടതിക്ക് മനസ്സിലായി ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശങ്ങളെല്ലാം ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ്, നിന്ദ്യമായ വാക്കുകളാണ്, ഡിസോണസ്റ്റ് ആയിട്ടുള്ള ചില ഇന്റൻഷൻ ഉണ്ട്. കോടതി ജനറലായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കോടതിയിൽ ആ മാറ്റർ വരുമ്പോഴേ അതേപ്പറ്റി ഡീപ്പായിട്ട് കോടതി പഠിക്കുകയുള്ളൂ. എന്തായാലും ഒരു കടമ്പ ചാടി ഹൈക്കോടതി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ലോവർ കോർട്ടിലാണ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യം കൊടുക്കാതെ അദ്ദേഹത്തിനെ 14 ദിവസത്തേന് റിമാൻഡ് ചെയ്തത്. ഇപ്പോഴ് അദ്ദേഹത്തിന് 8-ാം തീയതിയുള്ള അറസ്റ്റ്, ഇനി അത് ഹൈക്കോടതി മാറ്റർ ചൊവ്വാഴ്ച പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിന്റെ സെക്ഷനും അതിന്റെ പണിഷ്മെന്റും ഒക്കെ നോക്കുമ്പോൾ ഇപ്പോൾ 2 സെക്ഷനാണ് സെൻട്രൽ പോലീസ് ഇതിനകത്ത് ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്. 75 BNS, അത് 3 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതാണ്. എങ്കിലും ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള 3 വർഷത്തേന് ആ കോടതിക്ക് ജാമ്യം കൊടുക്കാവുന്നതാണ്. അതേസമയത്ത് അടുത്ത സെക്ഷൻ IT ആക്ട് 67 ആണ്, അത് 5 വർഷം വരെയാണ്. ആ കോടതിയുടെ പരിഗണനയിൽ 5 വർഷത്തെ ആ ഒഫൻസ് നിലനിൽക്കുന്നില്ലെങ്കിൽ ചിലപ്പം കൊടുത്തെന്ന് വരാം. പക്ഷേ IT ആക്ട് അനുസരിച്ച് ഇലക്ട്രോണിക്സ് മീഡിയത്തിൽ കൂടെ ആണ് അദ്ദേഹത്തിൻ്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ആ കുട്ടിയുടെ കൈപിടിച്ചുള്ള കറക്കങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പം അത് IT ആക്ട് 67 അനുസരിച്ചുള്ള കുറ്റമാണ്. അത് ആദ്യത്തെ കുറ്റത്തിന് 5 വർഷം വരെ തടവുണ്ട്. അതിനെപ്പറ്റി അയാളെ ഓർമ്മപ്പെടുത്തിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്താൽ 10 വർഷം വരെ തടവാണ്. നിസ്സാര കാര്യമാണെന്ന് ആർക്കും തോന്നരുത്. ധാരാളം പല യൂട്യൂബുകളിലും അല്ലെങ്കിൽ പല ചാനലുകാർക്കെതിരായി അല്ലെങ്കിൽ ഫേസ്ബുക്കിനെതിരായി ചില കമൻറ്റുകൾ ഇടുന്നത് എത്രയോ വൾഗാരിറ്റി നിറഞ്ഞ മലിന പദങ്ങൾ ഉപയോഗിച്ച് എത്ര മ്ലേച്ഛമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. ആ മനുഷ്യന്റെ സംസ്കാരം നമുക്ക് മനസ്സിലാവും. ചിലപ്പം വലിയ ഉന്നതനായിരിക്കാം, പക്ഷെ സാംസ്കാരിക നിലവാരം 0-യിലായിരിക്കാം. മ്ലേച്ഛ പദങ്ങൾ ഉപയോഗിക്കാനും മ്ലേച്ഛ ചിന്താഗതിയുള്ളയാലും അങ്ങനെയുള്ള കൂട്ടുകെട്ടിലും ഉള്ള ഒരാൾക്കാരാണ്. പുറത്ത് വലിയ മാന്യത ചമയും, പക്ഷെ അകവശം ഇതുപോലെയുള്ള വികൃതമായ ഭാവനകൾ കൊണ്ടും വികൃതമായ ചിന്തകൾ കൊണ്ടും സമൂഹത്തിൽ ഇറക്കാൻ കൊള്ളിയില്ലാത്ത ആൾക്കാരുമാണ്. അപ്പൊ അങ്ങനെയുള്ളവന്മാരാണ് ഈ കമന്റ് ഇടുമ്പം ഫേക്കായിട്ടുള്ള നമ്പറിലും ഫേക്കായിട്ടുള്ള പേരുകളിലും ഒക്കെ അവർ പ്രത്യക്ഷപ്പെടുന്നത്. അവർ മാന്യന്മാരല്ല. തൻ്റെടികളാണെങ്കിൽ, തൻ്റെ ഇടമുള്ളവരാണെങ്കിൽ ആൾക്കാർ ഫേസ് ടു ഫേസ് കാര്യങ്ങൾ പറയാൻ അവർക്ക് കഴിയണം. പക്ഷെ ഒളിച്ചും പാത്തും ഇരുന്ന് മ്ലേച്ഛപദങ്ങൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വിടുന്നവന്മാർ ധാരാളം പേര് മലയാളികളായിട്ടുണ്ട്. അവർക്കൊരു പാഠമാണ് ഇത്. അത് വലിയ സമൂഹത്തിലെ വലിയ ഉന്നത പൊസിഷൻ ഇരിക്കുന്നവരും വലിയ പണക്കാരാണേലും വലിയ ജോലിയിലിരിക്കുന്നവരായാലും ശരി, അവരെ ഇതുപോലെയുള്ള തരം താഴ്ന്ന പ്രവൃത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ രാജ്യത്ത് പോലീസുണ്ട്, കോടതിയുണ്ട്. ബോച്ചെ എന്ന വ്യക്തി, ബോബി ചെമ്മണ്ണൂര്, അദ്ദേഹം വലിയ സാമ്പത്തികമുള്ള വ്യക്തിയാണ്. പൊതുജനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ അദ്ദേഹം കടമെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക നിലവാരം എന്താണെന്ന് നമുക്കറിയില്ല. ധാരാളം പേരെ സഹായിക്കുന്നത് നമ്മൾ കണ്ടിട്ട് നമ്മളൊക്കെ അതൊക്കെ അദ്ദേഹത്തിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നല്ല മനസ്സുള്ള ആളാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇതുപോലുള്ള മ്ലേച്ഛ പദങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരാള്, അയാളുടെ സാംസ്കാരിക നിലവാരം എങ്ങനെയാണ്? മൂടുപടം അണിഞ്ഞു നിൽക്കുന്ന ഒരാളായിട്ടല്ലേ നമുക്ക് തോന്നുള്ളൂ. ഇവിടെ ഇപ്പൊ അദ്ദേഹം ആ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചാൽ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗത്തില് ആ പെൺകുട്ടി കാണാൻ സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ്, അവര് എപ്പോഴും വൃത്തിയായിട്ട് നടക്കുന്ന കുട്ടിയാണ്. അണി റോസിന്റെ പല ആൾക്കാരും അവരുടെ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ഇവരെ
വിളിക്കാറുണ്ട്. ചെറുപ്പക്കാർ ധാരാളം പേര് അവരെടുത്ത് എത്തും, അവരുമായിട്ട് അവരെ കാണാനും പിടിക്കാനും. അങ്ങനെ വളരെയധികം ജനങ്ങൾ ഇവരുടെ ഇനാഗുറേഷൻ ഉള്ളിടത്ത് വന്നു ചേരും. അന്നേരം ആളാകാൻ അതിൻ്റെ ഉടമസ്ഥനായ 2 പ്രാവശ്യം ഇനാഗുറേഷന് വിളിച്ച ആളാണ് ബോബി ചെമ്മണ്ണൂർ. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ കണ്ടു, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കണ്ടു. അനവസരത്തിൽ പ്രയോഗിച്ച ഒരു വാക്കാണ് കുന്തി ദേവി. ആ കുന്തി ദേവി എന്നുള്ള പ്രയോഗം എന്തിനാണെന്ന് അവിടെ കൂടിയവർക്ക് മനസ്സിലായ ഒരു ആഹ്ലാദത്തോട് ചിരിക്കുന്ന കണ്ടു നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് മഹാനായ ബോബി ചെമ്മണ്ണൂർ എന്നേ പറയാൻ ഒക്കുള്ളൂ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും, നല്ല രീതിയിലുള്ള പ്രവൃത്തികൾ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. വളരെയധികം ആൾക്കാരെ സഹായിക്കുന്നുമുണ്ട്, അതൊക്കെ നല്ല കാര്യം. ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ സാമ്പത്തികമായി തകർന്ന തരിപ്പണമായി കണ്ണീര് വാഴ്ത്തി നിൽക്കുന്നിടത്ത് ഓടിച്ചെല്ലുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല കാര്യം, നമുക്ക് താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷേ ഒറ്റ വാക്ക് മതി അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള നല്ല പ്രവൃത്തികളെല്ലാം കാറ്റിപ്പറന്നു പോകും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ കുട്ടിയെ, ആ നടിയുടെ കൈ പിടിച്ച് ഒന്ന് കറക്കി, എന്നിട്ട് അദ്ദേഹം ചൂണ്ടുവിരലുകൊണ്ട് ആ കുട്ടിയുടെ ബ്രസ്റ്റിന്റെ മുകളിലെ ആ മാല കിടക്കുന്നിടത്ത് ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ വിചാരിച്ചു തൊടുവെന്ന്. അപ്പൊ അത്രയും വരെ വന്നിരിക്കുന്നു. പിന്നെ കൈ കൊണ്ട് ഒന്നുകൂടെ കറക്കിയിട്ടുണ്ട്. കറക്കിയിട്ട് പിന്നിലുള്ള ലോക്കറ്റ് കാണാനാണെന്ന് പറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗത്തിലാണ് കറക്കിയത്. അത് കുറ്റകരമാണ് എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ആ കറക്കും കുറ്റകരമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം അതിനകത്ത് ചില ഡിസോണസ് ഇന്റൻഷൻ, മോശ വിചാരമുണ്ട്. കാരണം അത് ആ കറക്കുന്ന ക്രിമിനൽ ഫോഴ്സ് യൂസ് ചെയ്യാണ്. 76 BNS ആണ് അത് വരുന്നത്. 3 വർഷം മുതൽ 7 വർഷം വരെ അതിന് തടവ് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അവരെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ മോഡസ്റ്റി ഓഫ് എ വുമൺ, അത് ഈ 79. ഈ 2 വകുപ്പുകൾ പോലീസ് ഇനി പുതിയതായിട്ട് ചേർക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതുവരെ അദ്ദേഹത്തിനെതിരായിട്ട് 75 BNS-ഉം IT ആക്ടിനകത്ത് 67. അപ്പം BNS ആണെങ്കിൽ 3 വർഷം, IT ആക്ട് ആണെങ്കിൽ ആദ്യത്തെ സംഭവത്തിന് 5 വർഷം, രണ്ടാമത്തെ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ 10 വർഷം. എങ്ങനെയാണ് ലോവർ കോടതി ജാമ്യം കൊടുക്കുന്നത്? പോലീസിന് അടുത്തത് കസ്റ്റഡി ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ പറയുന്നത്. അതിനൊക്കെ ഹൈക്കോടതി വിഘാതം നിൽക്കില്ല, വിലങ്ങ് നിൽക്കുക. ഏത് വലിയ വക്കീൽ വന്നാലും ശരി, പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന് തൃപ്തികരമായി മുന്നോട്ട് പോകണം. അതുകൊണ്ട് തിങ്കളാഴ്ച കസ്റ്റഡിക്കുള്ള അപേക്ഷ കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിന് പുതിയ 2 സെക്ഷൻ വരണം. പിന്നെ അദ്ദേഹത്തിന് ഒരു മൊബൈൽ ഫോണേ കൊടുത്തുള്ളൂ. ഇനി എത്ര മൊബൈൽ ഫോൺ ഉണ്ട് അത് മുഴുവൻ പോലീസിന് റിക്കവർ ചെയ്യേണ്ടി വരും. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് എടുക്കേണ്ടി വരും. അത് നിയമം എല്ലാവർക്കും തുല്യമായിട്ട് പോകും. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അങ്ങനെയൊന്നുമില്ല, സർക്കാർ ഉദ്യോഗസ്ഥനൊന്നുമില്ല. നിയമം എല്ലാവർക്കും തുല്യമാണ്. കാരണം കോടതി അത് തന്നെയാണ്. ഹൈക്കോടതിയിലൊക്കെ ഇന്നത്തെ ആ സംസാരം തന്നെ എന്താ, ഇത്ര പ്രാധാന്യം, ഇത്ര വലിയ ധൃതി, പ്രാധാന്യം, അർജന്റ് ആവശ്യം ഉണ്ടോ? കാരണം അതിനകത്ത് ഇപ്പൊ ലോവർ കോടതിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് അപ്പീൽ പോകേണ്ടത് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ അവിടെയാണ്. അവിടെ തള്ളിയെങ്കിൽ മാത്രമാണ് ഹൈക്കോടതി പോകുന്നത്. അവിടെ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ തന്നെ അപേക്ഷിക്കണം. പക്ഷെ ഇപ്പം അദ്ദേഹത്തിന്റെ വക്കീൽ രാമൻപിള്ള നേരത്തെ ആ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് അവിടുന്ന് ചാടി അവിടെ കൊടുക്കാതെ നേരെ ഹൈക്കോടതി പോയിരിക്കുന്നത് നിയമപരമായി ശരിയല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവിടെ കൊടുത്തിട്ട് നേരെ ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പോലീസിന്റെ കസ്റ്റഡി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ കഴിഞ്ഞ് മാത്രമേ ജാമ്യം കിട്ടുള്ളൂ. അതിപ്പോൾ തിങ്കളാഴ്ച കൊടുത്തെന്ന് വിചാരിച്ച് ചൊവ്വാഴ്ച ഹൈക്കോടതി ഫയൽ എടുപ്പിച്ചാൽ അത് വാദം കേൾക്കും. കോടതി പ്രോസിക്യൂഷന്റെ ഗവൺമെന്റ് ഭാഗം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ അവരുടെ ആവശ്യം എന്താണ്, അവരെ എതിർകക്ഷിയായിട്ട് വിളിക്കും. അവർക്ക് ഞങ്ങൾക്ക് 2 ദിവസം കൂടെ പോലീസ് കസ്റ്റഡി വേണം എന്ന് പറഞ്ഞാൽ കോടതി അതിന് വിഘാതം നിൽക്കാൻ പറ്റില്ല. കാരണം ന്യായമായിട്ട് അദ്ദേഹത്തിന്റെ ചില ഫോണുകളും ലാപ്ടോപ്പുകളും കസ്റ്റഡി എടുത്തേ പറ്റുള്ളൂ. അത് വളരെ അടിയന്തരമായി ഈ കേസിന് ആവശ്യമാണ്. കോടതി എല്ലാവരും തുല്യമായിട്ട് കാണുന്നു എന്നാണ് ഇന്നത്തെ കോടതിയുടെ സംസാരത്തിൽ നിന്ന്, കമന്റിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. തുല്യമായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. പൊതുജനങ്ങൾ അത് തന്നെയാണ് വാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര സീനിയർ വക്കീൽ വന്നാലും ശരി, കോടതിയിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ. തുല്യമായിട്ട് കാണുന്നുണ്ട്. എത്ര മഹാനായാലും വലിയവനായാലും പണക്കാരനായാലും ശരി, വേറൊരു പാവപ്പെട്ടവനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സംസാരം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓഫൻസ് നിലനിൽക്കും. അതിപ്പോൾ നടിയായാലും സുന്ദരിയായാലും സുന്ദരി അല്ലെങ്കിലും
ഈ ഒഫൻസ് നിലനിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുതൽ പറയുന്നത്, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം തീർച്ചയായിട്ടും റിമാൻഡിലോട്ട് പോകും. ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളൊക്കെ 3 വർഷത്തേക്കുള്ളിൽ 5 വർഷം 7 വർഷം വരെ ശിക്ഷ അനുഭവിക്കാവുന്ന വകുപ്പുകളാണ്. എങ്ങനെയാണ് ലോവർ കോടതി ജാമ്യം കൊടുക്കുക? കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും ചൊവ്വാഴ്ച ഇനി കോടതി പരിഗണിക്കുകയുള്ളൂ. അന്ന് പരിഗണിച്ചാൽ തന്നെ 2-3 ദിവസത്തെ പ്രോസിക്യൂഷന്റെ ഭാഗം കേൾക്കണം. എങ്ങനെയായാലും 14 ദിവസം കിടക്കാനുള്ള സാധ്യത, അതിനുശേഷം ഹൈക്കോടതി ജാമ്യം കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.